അടുത്തതായി കഥാവേദിയിൽ പുറപ്പാടിന്റെ പുസ്തകം മുതൽ ഇരീച്ചാൽ കാപ്പു വരെ പങ്കെടുക്കുന്നവർ VJ ജെയിംസ്, ഷംസുദ്ദീൻ കൂട്ടോത്ത്, മോഡറേറ്റർ V ഷിമിലാൽ. നമ്മുടെ നോവൽ സാഹിത്യത്തിൽ അപൂർവമായിട്ടാണ് ചില ക്ലാസിക്കുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷം മുന്നേ പ്രസിദ്ധീകരിച്ച പുറപ്പാടിൻ്റെ പുസ്തകവും ഇരീച്ചാൽ കാപ്പും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ നടുക്കിരുന്ന് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് കാരണം ഈ 25 വർഷങ്ങളുടെ നടുക്കാണ് എൻ്റെ എഴുത്ത് ആരംഭിച്ചത് എന്നുള്ളതാണ്. ഇടതുവശത്തിരിക്കുന്ന ജെയിംസ് സാറ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. 1999 DC ബുക്സ് ആദ്യമായി നോവൽ പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. അതിനുശേഷം 1/4 നൂറ്റാണ്ട് ആ പുസ്തകം മലയാളികളുടെ ഇടയിൽ സഞ്ചരിച്ചു. അത് അതിൻ്റെ സ്വതന്ത്രമായ ഒരു ജീവിതമുണ്ടാക്കി. ഇന്ന് ഏറ്റവും അവസാനം അത് പെൻഗിനാണോ ഹാർപ്പർ കോളിൻസാണോ? പെൻഗിൻ ബുക്ക് ഓഫ് എക്സോഡസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ പുറത്തിറക്കി. അങ്ങനെ നോവലിനും നോവലിസ്റ്റിനും അന്നൊരു പക്ഷേ 1999 38 വയസ്സുള്ള VJ ജെയിംസിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന മനുഷ്യനിലേക്കുള്ള വളർച്ചയുടെ തുടക്കം ഈ നോവലിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ എഴുത്തുകാർക്കും ആദ്യ നോവൽ വളരെ അഭിമാനകരമായ അല്ലെങ്കിൽ ഒരുപാട് നൊമ്പരങ്ങളും ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു സംഗതിയായിരിക്കും. അതേപോലെ എൻ്റെ വലതുവശത്തിരിക്കുന്ന ഷംസുദ്ദീൻ കുട്ടോത്ത് DC ബുക്സിൻ്റെ 50ാം വർഷത്തെ നോവൽ പുരസ്കാരം നേടിയ ആളാണ്. ഇരീച്ചാൽ കാപ്പ് എന്ന നോവലിന്. വളരെ വിചിത്രമായ സംഗതി, 1ാം മത്സരത്തിലെ വിജയിതാവായ VJ ജെയിംസ് ഈ 25ാം വർഷത്തെ മത്സരത്തിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു. ഇങ്ങനെ ചില സാമ്യങ്ങളും ചില സംഗതികളും അവരുടെ നോവൽ സാഹിത്യ ജീവിതത്തിൽ മാത്രമല്ല നോവലിനുള്ളിലും ചില സംഗതികളൊക്കെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും ഈ അടുത്ത ദിവസങ്ങൾ വായിച്ചെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില സംഗതികൾ പറയാനുമുണ്ട്. അധികം സമ്പാദിച്ചവന് ഒട്ടും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് ഒട്ടും കുറവുണ്ടായതുമില്ല. ഇത് നിങ്ങൾക്ക് പുറപ്പാടിൻ്റെ പുസ്തകം ബൈബിളിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ നിന്ന് കിട്ടും. അത് മനോഹരമായ ഒരു പക്ഷേ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന കൃതിയിൽ VJ ജെയിംസ് അതിൻ്റെ ഒരു അന്തർധാരയായി അതിൻ്റെ അകത്തൊഴുകുന്ന ആ തുരുത്തിലേക്ക്, ഓട്ടത്തുരുത്തിലേക്ക് വന്നു ചേരുന്ന വെള്ളം പോലെ അലിഞ്ഞു ചേർന്ന് ഈ ഒരു വാക്യം കിടപ്പുണ്ട്. ഞാൻ ജെയിംസ് സാറിൽ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ജെയിംസ് സാർ 25 വർഷം മുന്നേ ഈ കൃതി എഴുതാനുണ്ടായ ചില സാഹചര്യങ്ങൾ, അന്ന് താങ്കൾ കുറേ കൂടെ ചെറുപ്പക്കാരനായിരുന്നു. അതിൻ്റെ ആകാംക്ഷകൾ, ആദ്യമായി സാഹിത്യത്തിൽ വരുന്നതിൻ്റെ പലതരം വ്യാകുലതകൾ, പ്രശ്നങ്ങൾ. താങ്കൾ ഒരിക്കലും സാഹിത്യ വിദ്യാർത്ഥി ആയിരുന്നില്ല, എഞ്ചിനീയർ ആയിരുന്നു. VSSCയിൽ എഞ്ചിനീയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരാൾ വരുന്നത്. ആ ഒരു കാലഘട്ടത്തെ ആ ചെറുപ്പക്കാരനെ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാനാണ് ഞാൻ ആവശ്യം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 25 വർഷത്തിന് മുൻപ് ആദ്യ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നതും ഒപ്പം ആ ഒരു കണ്ണിയിലെ DC ബുക്സിൻ്റെ പുസ്തക അവാർഡ് പുരസ്കാരത്തിന് അർഹമായ കൃതികളുടെ ഒരു കണ്ണിയിൽ ഏറ്റവും ആദ്യത്തെ കണ്ണിയായിട്ട് നിൽക്കുവാൻ കഴിഞ്ഞതും അതിൻ്റെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന കണ്ണിയായ ഷംസുദ്ദീൻ്റെയൊക്കെ ആ തലമുറയുടെ, ഷംസുദ്ദീനുമൊക്കെ എന്നെ പോലെ തന്നെ കുറച്ചൊന്ന് പ്രായം അതിനുശേഷം ഒരിക്കൽ നോവലിൽ അല്ലേ എന്നെ വന്നിരിക്കുക. അത് ആദ്യമേ തന്നെ ഷംസുദ്ദീനെ ഞാൻ അഭിനന്ദിക്കട്ടെ. നോവൽ പുരസ്കാരത്തിലെ 3 വിധികർത്താക്കളിൽ ഒരാളായിരുന്നു ഞാൻ. ഇത്തവണ ഞാൻ കണ്ട ഒരു പ്രത്യേകത അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടി എന്ന നിലയിലായിരുന്നു നോവൽ മത്സരം നടത്തിക്കൊണ്ടിരുന്നത്. അതെനിക്ക് ഒരുപക്ഷെ ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്. പക്ഷേ ഇത്തവണ ആ 40 എന്നുള്ള ബാർ മാറ്റിയത് കൊണ്ട് കുറച്ചുകൂടെ പ്രായമുള്ളവർക്കും കൂടി കടന്നു വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ കുറേ കാലമായിട്ട് ഇടപെട്ട് ഒരുപക്ഷെ തൻ്റെ ഒരു കൃതിയെ ഏറ്റവും മനോഹരമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരുന്നവർക്കും ഈ 40-ന് അപ്പുറം കഴിഞ്ഞവർക്കും കൂടി ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഒരു മേന്മ പൊതുവെ ഈ കൃതികളിൽ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ഒരു 2 വട്ടം ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ട്.
പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കനപ്പെട്ട കൃതികൾ കൂടുതൽ വരാൻ അതൊരു കാരണമായിട്ടുണ്ടാവും. മത്തിയാസ് ആയാലും അതുപോലെ ഡയാസ്പൊറ ആയാലും അതുപോലെ അനുയാത്ര തുടങ്ങി നമുക്ക് ശ്രദ്ധേയമായ പല കൃതികളും ഇത്തവണ വരുവാനായിട്ടിടയും. അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തണം. ഇനിയും ഷിനിലാലിൻ്റെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സത്യത്തിൽ അധികം സമ്പാദിച്ചവനൊന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് ഒട്ടും കുറവുണ്ടായതുമില്ല. ഈ ഒരു വാചകം നമ്മൾ ബൈബിളിനെയൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ആഞ്ഞു തറച്ചിട്ടുള്ള ഒരു വാചകമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും നിലനിൽക്കുന്ന അല്ലെ സത്യമായിട്ട് നിൽക്കുന്ന ചില സദാസത്യവാക്യങ്ങളിൽ ഒന്നാണ് അത്. അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തുറകളിലേക്കും കൊണ്ടുപോകാം. ഇന്നായാലും എന്നായാലും നമ്മൾ കാണുന്നുണ്ട്, നമുക്കെല്ലാവർക്കും മനുഷ്യൻ ഈ ആഗ്രഹങ്ങൾക്ക് യാതൊരു അതിർത്തിയുമില്ലാത്തവരാണ് മനുഷ്യൻ. എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും നമ്മൾ കുന്നുകൂട്ടും. അപ്പോൾ ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും അത് മനസ്സിലാകത്തുള്ളൂ. അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു യാത്രയുണ്ട്, 40 വർഷത്തെ ഒരു യാത്ര. അതിനെയാണ് നമ്മൾ എക്സോഡസ് പുറപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ അവർക്ക് ഒരുപാട് കഠിനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല മരണങ്ങൾ സംഭവിച്ചിരിക്കാം. ആ തലമുറയിൽ പലരും ഒരിക്കലും തങ്ങൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടാവാതിരിക്കാം. അപ്പോൾ ഭക്ഷണം കിട്ടാനുള്ള പരിമിതി, ഇങ്ങനെ ഇവരെ നയിച്ചുകൊണ്ട് പോയ മോശയോട് ഇവർ കുറ്റം പറയും, ഞങ്ങളെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയാണോ? അപ്പോൾ അതുവരെ അടിമത്തത്തിൽ അനുഭവിച്ച സർവ്വതും അവരങ്ങ് മറന്നിട്ട് മോശയെ കുറ്റം പറയുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ഇവർക്ക് എല്ലാ ദിവസവും മന്ന ഇട്ട് കൊടുക്കും. മന്ന എന്ന് പറഞ്ഞൊരു ഭക്ഷണം. അപ്പോൾ ദിവസവും ഇവരിത് പെറുക്കി അവർക്ക് കഴിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ സിംബോളിക്കായിട്ടുള്ള എന്തർത്ഥം വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്ക്. അപ്പോൾ ഈ മന്ന വീഴുമ്പോൾ അത്യാഗ്രഹികളായ കുറേ ആൾക്കാർ ഇത് കുറേ അങ്ങ് വാരിക്കൂട്ടും. ഈ മന്നയുടെ ഒരു പ്രത്യേകത, ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്യാഗ്രഹികൾ വാരിക്കൂട്ടിയതെല്ലാം പാഴായി പോകും. അത്യാവശ്യത്തിന് ആവശ്യമുള്ളവർ കഴിച്ചാൽ അവർക്ക് നിലനിൽക്കാം. അപ്പോൾ ഇവിടെയാണ് ആ കോട്ടിങ്ങിൻ്റെ അർത്ഥം. അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് ഒട്ടും കുറവുണ്ടായതുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണും, നമ്മുടെ അത്യാഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് ധനത്തിനും അതുപോലെ സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും ഒക്കെ വേണ്ടി നമ്മൾ പാഞ്ഞു നടക്കുമ്പോൾ ഓർക്കുക, അധികം സമ്പാദിച്ചവനും ഒന്നും മിച്ചമുണ്ടാവില്ല. സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിച്ചവനും രണ്ടുപേരും തുല്യരായിത്തീരുന്ന മരണത്തിൻ്റെ ഒരു വിളിയുടെ നേരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോന്നിയ എല്ലാം വാരി വലിച്ച് നമ്മൾ സമ്പാദിച്ചതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അലക്സാണ്ടറിനെ കുറിച്ച് നമ്മൾ പറയുന്ന ചക്രവർത്തി അല്ലേ, ശവപ്പെട്ടിക്ക് വെളിയിലേക്ക് 2 കൈയും നീട്ടിയിട്ടിട്ട് ഇതാ ഈ മഹാനായ അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോകുന്ന ലോകത്തെ മുഴുവൻ കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനൊന്ന് തിരിച്ചു ചെന്ന് സ്വന്തം അമ്മയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വന്നതാണ്. അപ്പം സർവ്വബന്ധങ്ങളെയും എവിടെയോ ഉപേക്ഷിച്ച് ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി വന്ന് എവിടെയോ ഒരിടത്ത് അനാഥനായിട്ട് മരിച്ചു വീഴേണ്ടി വന്ന് അദ്ദേഹത്തെ ഇന്നും നമ്മൾ മഹാനായ അലക്സാണ്ടർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം? വന്ന വഴിയിൽ കണ്ടവരെ എല്ലാം വെട്ടിക്കൊന്ന് ചോരയൊലിപ്പിച്ച് ഒരുപാട് ജീവിതങ്ങളെ അനാഥമാക്കി എന്തൊക്കെയോ നേടി എന്ന ഒരു തോന്നലുണ്ടാക്കി ഇന്നും നമ്മൾ അദ്ദേഹത്തെ മഹാനെന്ന് വിളിക്കുന്നു. ഇന്നും നമ്മൾ മഹത്വത്തിൻ്റെ അളവുകോലായിട്ട് ഈ വെട്ടിപ്പിടിക്കലുകളെയാണ്. എത്രയൊക്കെ വെട്ടിപ്പിടിക്കാൻ പറ്റി, എത്ര പേരെ പറ്റിച്ചു, അല്ലെ എത്ര വ്യാജത്തിലൂടെ നമ്മൾ നേടിയെടുത്തു എന്നുള്ളത് മഹത്വമായിട്ട് ഇന്നും തെറ്റിദ്ധരിക്കുമ്പോൾ ബൈബിളിലെ ഈ കോട്ടിന് വളരെ പ്രസക്തിയുണ്ട്. അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതെ, നമ്മളിത് പറഞ്ഞു വന്നു. എൻ്റെ ഫിലോസഫിക്കൽ സൈഡിലേക്ക് കൂടുതൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകം തന്നെ ഒരു 1-2 മണിക്കൂർ ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട പുസ്തകമാണ്. അങ്ങനെ ഒരു സെഷനൊക്കെ പിന്നീട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇത് ഞാൻ ഷംസുദ്ദീനിലും സംസാരിച്ചിട്ട് വരാം. മറ്റു കാര്യങ്ങൾ പിന്നീട് പറഞ്ഞോളാം. അതെ, ഷംസുദ്ദീൻ യഥാർത്ഥത്തിൽ കവിയായിരുന്നു അല്ലേ? ഷംസുദ്ദീൻ കവിയായിരുന്നു. കവിത്വം അവസാനിപ്പിക്കാതെ തന്നെ നോവലിലേക്ക് വന്നു. നോവൽ വന്നതിന് ശേഷം ആണ് ഈ അവാർഡ് വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു കവി നോവലിലേക്ക് വരുമ്പോൾ ഒരു ഭാഷ കൂടി അയാൾ ഗദ്യ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. ആ ഭാഷയിൽ കുറേ കൂടെ സൂക്ഷ്മത കവികൾക്ക് ഉണ്ടെന്നാണ് വെയ്പ്പ്. ഞാനും അങ്ങനെ കരുതുന്നുണ്ട്. കുറേ കൂടി സൂക്ഷ്മമായ ഒരു കല ആണ് കവിത. അത് അവർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ കൂടി സംസ്കരിച്ച ഗദ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഭംഗി ഈ പുസ്തകത്തിനുണ്ട്. ഞാൻ ഷംസുദ്ദീൻ്റെ ആദ്യം ചോദ്യം എന്നുള്ള നിലയ്ക്ക് ഷംസുദ്ദീൻ്റെ ആദ്യത്തെ നോവലാണ്. ഷംസുദ്ദീൻ്റെ ദേശമാണ് ഇതിലെ കഥാപാത്രം. ദേശം പ്രധാന കഥാപാത്രമാണ്. ഷംസുദ്ദീൻ്റെ ജീവിതവും അതിൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരാണ്. ആ എഴുത്ത്
എന്ന് പറഞ്ഞാൽ ദേശനോവലുകളുടെയൊക്കെ പ്രത്യേകത ധാരാളം കഥാപാത്രങ്ങളുണ്ടാവും. അങ്ങനെ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. ആ ഒരു എഴുത്തും അതിൻ്റെ ഒരു പീരീഡ്, ഇത് ഈ നോവൽ നിർമ്മിച്ച ഒരു കാലം, അതിനെക്കുറിച്ചൊന്ന് പറയാം, ആ കാലവും ആ അനുഭവങ്ങളും. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഞാൻ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 എഴുത്തുകാരെ കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റിയെന്നുള്ള എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമുണ്ട്. അവാർഡ് കിട്ടിയതിന് അപ്പുറം ആ ഒരു സന്തോഷം കൂടെ ആദ്യം പങ്കുവെക്കുകയാണ്. പിന്നെ ഈ നോവൽ എൻ്റെ നാടാണ് ഇതിലെ സ്ഥലം. പക്ഷേ ഞാനത് ഒരു സാങ്കല്പിക ഗ്രാമമാക്കി മാറ്റുകയാണ് ചെയ്തത്. സ്വീപ്പൻതൊടി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അത് പേരാമ്പ്രക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കുറച്ചൊരു ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളത് ഇങ്ങനെയാണ്. അത് പാലേരി മാണിക്യത്തിൽ വിട്ടുപോയ കുറേ സ്ഥലമുണ്ട്. പാലേരി മാണിക്യം പേരാമ്പ്ര വരെ പറയുന്ന കഥയാണ്. അത് കഴിഞ്ഞ് എരി എന്ന് പറയുന്നൊരു നോവലുണ്ട്, പ്രദീപ് പാമ്പരിയൊന്ന്. അതിൽ എൻ്റെ നാടുണ്ട്, പക്ഷേ അതിലും കുറേ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞ് തക്ഷംകുന്ന് സ്വരൂപം എന്ന് പറയുന്നൊരു നോവൽ UK-യുടെ, അതിൽ പയ്യോളി ഭാഗമൊക്കെയാണ് പറയുന്നത്. അതിലും വിട്ടുപോയ കുറച്ച് പറയാത്ത ഭാഗങ്ങൾ, വിട്ടുപോയതല്ല, അതിൽ പറയാത്ത കുറച്ച് ഭാഗങ്ങൾ. അങ്ങനെ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു കഥാസ്ഥലം എന്നാണ് ഞാൻ സ്വയം അതിനെ പറയാറ്. ഞാനതെൻ്റെ ഒരു സ്വയം ഒരു സന്തോഷിക്കാൻ വേണ്ടി പറയുന്ന, അങ്ങനെയാണ് ആ കഥയുടെ കഥാഭൂമിക എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടമാണ് ഈ ഇരീച്ചാൽ കാപ്പ് എന്ന് പറയുന്നത്. കാപ്പ് എന്ന് പറഞ്ഞാൽ ആഭരണം എന്നുള്ള അർത്ഥമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ കാപ്പിൽ മീൻ പിടിക്കാൻ പോകുമെന്നാണ് പറയാം. അപ്പം ഇതിന് ചുറ്റുമുള്ള കുറേ മനുഷ്യർ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടുവരുന്ന, അതുപോലെ എനിക്ക് പരിചയമുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു മരിച്ചുപോയുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അവരുടെ നിഴൽ ഇതിലുണ്ട്. അത് അവരുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം കുഴപ്പമാവും. അതുകൊണ്ട് അവരുടെ നിഴൽ ഈ നോവലിലുണ്ട്. മാത്രമല്ല ഇതിൽ പറയുന്ന ചില കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ആ ബീഡി വലിക്കുന്ന ഒരു ബീഡിപ്പാത്തുമ്മയുണ്ട്. ബീഡിപ്പാത്തുമ്മ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കഥാപാത്രമാണ്. കാരണം ഒരുപാട് ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ബീഡി വലിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മലബാർ ആ ഭാഗത്തൊക്കെ ബീഡി വലിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ. പിന്നെ നല്ല ഓർമ്മയുള്ള, എന്നാൽ നമ്മൾ മാനസിക പ്രശ്നമുള്ളതായിട്ട് തള്ളിക്കളയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഓർമ്മകളുണ്ടാവും. അങ്ങനെ ഒരു ആന്തൽ വാസു എന്ന് പറയുന്നൊരു കഥാപാത്രം അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് അറിയുന്ന ആളാണ്. അങ്ങനെ ദഹിപ്പില്ല, മരിച്ചുപോയി. ഇങ്ങനെ ഇതിലെ ഓരോ കഥാപാത്രവും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കഥാപാത്രങ്ങളും പരിചയിച്ച മനുഷ്യരും ഒക്കെ തന്നെയാണ്. പിന്നെ ഈ നോവൽ എൻ്റെ ഒരു 6-7 വർഷം എടുത്തു ഈ നോവൽ എഴുതാൻ 2 വർഷം എടുത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ശ്രമം, ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർ, ഞാൻ എൻ്റെ നാടിൻ്റെ പേര് കുട്ടോത്ത് എന്നാണ്. ഈ കുട്ടോത്ത് എന്നുള്ള പേരെങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചുകൊണ്ട് വെറുതെ ഒരു യാത്ര നടത്തിയപ്പം ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് ഇതൊരു നല്ല സാധ്യതയുണ്ട്. ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി റെക്കോർഡറൊക്കെ ആയി പോയി ഇരുന്ന് കുറേ കഥകൾ അവരുടെ നിന്ന് കളക്ട് ചെയ്ത് കുറേ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാത്ത നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കേട്ട് അതെല്ലാം കൂടെ എഴുതിയൊക്കെ വെച്ച് പിന്നെ ഞാനതിന് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും കേട്ട് ഇരുന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്നും പിന്നെ കുറേ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊന്നും എവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നാട്ടുംപുറങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വേലിക്കെട്ടിൻ്റെ സമരമായിരിക്കും, അപ്പുറം ഇപ്പുറം 2 വീട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ വഴിത്തർക്കം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് സമരത്തിലേക്ക് അടുത്തൊരു ചോദ്യത്തിൽ വരാം. എക്സ്പീരിയൻസ്, ആ ഒരു എഴുത്തിൻ്റെ എക്സ്പീരിയൻസ് ആ തരത്തിലാണ് ഈ കഥയിലേക്ക് വരുന്നത്. ഇങ്ങനെ നാട്ടിലെ നമുക്ക് നേരെ വരുന്ന എല്ലാ മനുഷ്യരുടെ കണ്ണിലേക്ക് നോക്കിയാൽ ഒരുപാട് കഥകൾ കിട്ടും. അത് നാട്ടും പുറത്താണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിലെ ചായക്കടകളിലും ബാർബർ ഷോപ്പിലും പോയിരുന്നാൽ നമുക്ക് കഥകളുടെ ഒരു പരമ്പര തന്നെ കിട്ടും. പക്ഷെ അവർക്ക് കഥ പറയാൻ അറിയണ്ടാവില്ല, അവർ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ നിറയെ കഥകളുണ്ട്. ഇങ്ങനെയാണ് ഈ കഥ വരുന്നത്. ഞാനങ്ങനെ ഇടപെടാൻ കാര്യം വേറൊന്നുമല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം സമരങ്ങൾ ഒരു പ്രധാന എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ലാതെ വരും, ഞാൻ ആകെ പ്രശ്നമാവും. ഇപ്പം ബേസിക്കലി ജെയിംസ് സാറിൻ്റെ നോവൽ പുറപ്പാടിൻ്റെ പുസ്തകം ഒരു തുരുത്തിനകത്ത് നടക്കുന്ന കഥയാണ്. ഇരീച്ചാൽ കാപ്പ് എന്ന് പറയുന്നത് ഒരു കാപ്പിന് ചുറ്റുമുള്ള മനുഷ്യരാണ്. 2 വെള്ളമുണ്ട്, 2 ഭൂപ്രദേശങ്ങളാണ്, 2 ഭൂപ്രകൃതികളാണ്. ഈ ഒരു ഭൂപ്രകൃതിയിലേക്ക് എത്തിയതിനൊക്കെ ജെയിംസ് സാറിന് കാരണങ്ങളുണ്ട്. അവിടെ പോയതും പിന്നീട് പോകാത്തതിനെ കുറിച്ചൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ച് എനിക്കറിയാം. ആ ഒരു സംഗതികളിലേക്കൊന്നു മുൻപ് സംസാരിച്ചപ്പോൾ ഞാൻ കഥയിലേക്ക് എങ്ങനെ എത്തിയെന്ന് വന്നില്ല. അതായത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലത്ത് മാർത്തനീഷ്യസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, പാട്രിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിനായിട്ട് എന്നെ ക്ഷണിച്ചു. എന്നെ മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ വിവാഹം കൂടുവാനായിട്ട് അവിടെ ചെന്നു. അപ്പോഴാണ് ഞാൻ
അതായത് പ്രധാന ധാരയിൽ നിന്ന് പാടെ ഒറ്റപ്പെട്ടു പോയ ഒരു തുരുത്തായിട്ടാണ് അതിൻ്റെ ഒരു നദി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലണം, അവരുടെ ഒരു വള്ളമുണ്ട്, അതിൽ അപ്പുറത്ത് ചെല്ലുന്നത്. അങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ അങ്ങ് അകലെയായിട്ട് കൊച്ചി നഗരത്തിൻ്റെ ഇടുപ്പ് കെട്ടുകളും ഒരു അഹങ്കാരത്തോടെയുള്ള നിൽപ്പുമൊക്കെ നമുക്ക് ദൂരെ കാണാം. പക്ഷേ ഈ ചെറിയ തുരുത്തിലേക്ക് യാതൊരുവിധ പുരോഗതിയും കടന്നു ചെല്ലാതെ അവർക്ക് വെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത, പച്ചവെള്ളം വേണമെങ്കിൽ ഇപ്പുറത്ത് വരേണ്ട ഒരു രീതിയിലുള്ള ഒരു ജീവിതമുള്ള ഒരു തുരുത്തായിരുന്നു. അപ്പം ആ തുരുത്ത് എന്നെ ബാധിച്ചതിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ഒരു നോവലിൻ്റെ ആദ്യ സ്ഫുരണം ഉള്ളിൽ വരുന്നത്. അന്ന് എനിക്ക് നോവലിൻ്റെ തീമൊന്നും കടന്നു വന്നിട്ടില്ല. പക്ഷേ അവിടുത്തെ ജീവിതങ്ങൾ, നിഷ്കളങ്കരായ ആ ജീവിതങ്ങൾ, അവരുടെ ചില വളരെ വിചിത്രമായ ആചാരങ്ങൾ, അതുപോലെ അവർ ചെമ്മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പാച്ചുവഞ്ചി, അങ്ങനെ അവരുടെ ആ ഒരു പ്രത്യേകതരം ജീവിതവും കഥകളും, പിന്നെ അവരുടെ സംഭാഷണ രീതി. മധ്യ തിരുവിതാംകൂറിൽ ജനിച്ച് ജീവിച്ച എനിക്ക് ഈ കൊച്ചിൻ സ്ലാങ്ങിലുള്ള സംഭാഷണങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമുണ്ടായാലും പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് നോവൽ എഴുതാൻ തുടങ്ങുന്നത്. ഞാൻ അതിനുശേഷം എനിക്ക് BSSCയിൽ ജോലി കിട്ടി. അവിടെ എഞ്ചിനീയറായിട്ട് കഴിയുന്ന സമയത്ത് എൻ്റെ ഒരു മൂത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ സീനിയറായിരുന്ന ഒരു സുഹൃത്തുണ്ട്, സുരേഷ് വി മാത്യു. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജെയിംസ് വിചാരിച്ചാൽ ഒരു നോവൽ എഴുതാൻ പറ്റും. ഈ കന്യാവനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന കണ്ട പുനത്തിൽ കുഞ്ഞത്തുള്ള അതുപോലെ. ഞങ്ങൾ അന്ന് അങ്ങോട്ട് കുറച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ഞാൻ വിചാരിച്ചാൽ നോവൽ എഴുതാൻ പറ്റുമെങ്കിൽ ഞാൻ എഴുതിക്കളയാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ പോയി ലോഡ്ജിൽ പോയിരുന്നു നോവൽ എഴുത്തങ്ങ് തുടങ്ങി. ഇതാണ് വാസ്തവത്തിൽ VJ ജെയിംസ് എന്നുള്ള എഴുത്തുകാരനെ സൃഷ്ടിക്കുന്ന ആ സുഹൃത്ത് പറഞ്ഞ ഒരൊറ്റ വാചകത്തെ ഒരുപക്ഷെ അദ്ദേഹം കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം ഞാൻ കൽപ്പിച്ചത് കൊണ്ട് പക്ഷേ സംഭവിച്ചതാണ്. അങ്ങനെ ഞാൻ നോവൽ എഴുതാൻ തുടങ്ങുമ്പം പിന്നെ എനിക്ക് ആ തുരുത്തിൽ ഞാൻ പിന്നീട് അവധി കിട്ടുമ്പോഴൊക്കെ ചെല്ലും, അതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെല്ലും, അവിടുത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകും, അവരുടെ ഭാഷ സ്വാംശീകരിക്കും. പിന്നെ ഞാൻ നേരത്തെ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ എഴുത്ത് എന്ന് പറയുന്നത് ശരി പ്രപഞ്ചത്തിൽ സംഭവിച്ചു കിടക്കുന്ന, പുറപ്പാടിൻ്റെ പുസ്തകത്തിലും അത് വരുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ്. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്നാൽ അനുകൂല സാഹചര്യത്തിൽ ഒരു തുള്ളി ജലം അതിനെ ചെന്ന് തൊടുമ്പോൾ അത് സ്വയം പൊട്ടിമുളച്ച് സ്വയം പ്രകാശിച്ച് ഇലകളും ശിഖരങ്ങളും പൂക്കളും കായ്കളും ഒക്കെയായി മാറുന്ന ഒരു പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് ഓരോ എഴുത്തും സംഭവിക്കുന്നത്. അപ്പം പുറപ്പാടിൻ്റെ പുസ്തകം ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുകയായിരുന്നു. ശംസുദ്ദീൻ 6 വർഷം എടുത്തെങ്കിൽ ഞാനത് 12 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. 12 വർഷം നിരന്തരമായിട്ട് വെട്ടലും തിരുത്തലും. അന്നൊക്കെ കൈകൊണ്ട് വേണം എഴുതാൻ. ഇന്ന് നമുക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ എവിടെ വേണമെങ്കിലും എഴുതാം, വോയിസിലൂടെ എഴുതാം. അപ്പോൾ അന്ന് സ്വന്തമായിട്ട് ഒരു 430 പേജിൻ്റെ മാനുസ്ക്രിപ്റ്റ് 10 തവണ വെട്ടിത്തിരുത്തി എഴുതി 4000-ഓളം പേജ് കൈകൊണ്ട് എഴുതി ആ എഫർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്രയും എഫർട്ട് ഇടുകയാണെങ്കിൽ എനിക്കൊരു 10 നോവലുകൾ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എനർജിയുടെയും സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പൂർത്തീകരിച്ച് വന്നതാണ് ഈ നോവൽ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരുപക്ഷെ ആദ്യ നോവൽ എഴുതുമ്പോൾ അതിൻ്റെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ നമുക്ക് തന്നെ അതിനകത്തുള്ള പതർച്ചകൾ കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഈ അവസാനം വായിക്കുമ്പോഴും അതിനകത്ത് സംഭാഷണം എഴുതിയിരിക്കുന്നതിലോ മറ്റ് വിവരണങ്ങളിലോ ഒന്നും ആ പതർച്ച കാണുന്നില്ല. അതായത് വളരെ മെച്ചറായ എഴുത്തുകാരൻ്റെ കൈയടക്കം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അത് 25 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നത്. ഞാൻ ഷംസുവിനോട് പറയുന്നത്, ഷംസുവിൻ്റെ നോവലിൽ വളരെ പൊളിറ്റിക്കലായ ഒരുപാട് സന്ദർഭങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചില സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില സമരങ്ങൾ, കൂത്താളി സമരം, ആവളപ്പാണ്ടി സമരം, കൈതോല സമരം, ഈ സമരങ്ങളിലൊക്കെയുള്ള സാധാരണ മനുഷ്യരുടെ ഇടപെടലുകൾ, അതൊക്കെ അതിൻ്റെ ഒരു അവിടെ നടന്ന സംഭവങ്ങളാണെങ്കിൽ ചില സംഭാഷണങ്ങൾ വളരെ പൊളിറ്റിക്കലായ വളരെ ബോൾഡായ സംഭാഷണങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വരുന്നതുണ്ട്. അത് ഒരുപക്ഷെ വളരെ വൈരുദ്ധ്യമായ ചില സംഭാഷണങ്ങളാണ്. ഒന്ന് ഹജ്ജിന് പോകുന്നതും EMSനെ കാണുന്നതും ആയിരുന്നു ബിയുമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ആലോചിച്ച് നോക്ക്, 2 വൈരുദ്ധ്യങ്ങൾ ഒരു സ്ത്രീ ഒരുമിച്ച് കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ വളരെ ത്രട്ടനിങ് ആയ ഒരു സംഗതി, ഒരു ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നതാണ്, ഈ പടച്ചോൻ ഒരു നായിൻ്റെ മോനാണെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ ഈ പറയണ എന്നെ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അടി കിട്ടാനുള്ള വകുപ്പാണ്. നോവലിൽ നിന്നാണ് പറഞ്ഞതൊന്നും വേണ്ട, ഇത് മാത്രം കോട്ട് ചെയ്ത് റീലാക്കി ഇട്ടാൽ എനിക്ക് അടി കിട്ടാം, എൻ്റെ വീട് ആക്രമിക്കപ്പെടാം. ഈ ഒരു സാധനം ബാബു എന്ന് പറയുന്നൊരു സാധാരണ മനുഷ്യരിൽ കൂടെയാണ് വന്നത്. ഇത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉള്ള കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും ജീവനുണ്ട്. ആ കഥാപാത്രങ്ങൾ കൊണ്ടുവന്നതിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം അവരെങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം.
എനിക്ക് തോന്നിയിട്ടുള്ള നാട്ടിൻപുറത്താണ് ഏറ്റവും കൂടുതൽ ഈ സമരങ്ങളും അതിൻ്റെ വിത്തൊക്കെ പകർന്ന നാട്ടിൻപുറങ്ങളിലാണെന്ന് എനിക്ക് തോന്നാറ്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വഴി സമരമാണെങ്കിലും അത് നമുക്ക് തോന്നുമ്പോൾ ചെറിയ സമരമായിരിക്കും, പക്ഷെ അതിൻ്റെ വലിയ വലിയ രൂപങ്ങളാണ് നമ്മൾ പിന്നെ കാണുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഈ പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിൽ പരിസരത്തായിട്ട് കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കൈതോല സമരം എന്ന് പറയുന്ന, അതായത് കൈതോല ആര് വെട്ടണം എന്നുള്ള അത് ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവരാണോ അതല്ല അതിൻ്റെ അടുത്ത് പാടം ഉള്ള ഭൂമിയുള്ള ആൾക്കാരാണോ വെട്ടേണ്ടുള്ള ഒരു സമരം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ അത് എവിടെയും വലിയ അടയാളപ്പെടുത്താതെ പോയതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂത്താളി സമരം, ചത്താലും ചെത്തും കൂത്താളി എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമൊക്കെ അന്ന് മുഴക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് കൂത്താളിയിൽ സമരം നടത്തുകയൊക്കെ ചെയ്ത ഒരു വലിയൊരു സംഭവം. അത് വലിയ രീതിയിലൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ ഇനി ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ 2 സംഭവങ്ങൾ അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതായത് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പോകണം, അതേസമയത്ത് EMSനെയും കാണണം. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര അടുപ്പുണ്ടെന്ന് എനിക്ക് തോന്നാറ്. എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഇത് രണ്ടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഇത് നമ്മൾ അങ്ങനെ നോക്കിയാൽ ഇതെല്ലാം ഒരേപോലെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അതിൽ പടച്ചോനൊരു നായിൻ്റെ മോനാന്ന് പറയുന്നത് ശരിക്കും ഉണ്ടായൊരു സംഭവം. അതായത് എൻ്റെ നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. അയാൾക്ക് ശാരീരിക വൈകല്യമുണ്ട്. സമൂഹം അയാളെ മൊത്തം കുറ്റപ്പെടുത്തുന്നതാണ്. അയാളെ കാണാൻ രസമില്ല. അപ്പം എല്ലാവരും അയാളെ വല്ലാണ്ട് അവഗണിക്കും. അപ്പം അയാൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊരു മനുഷ്യനാണ്. അപ്പം അയാൾ നാട്ടിലൊരു വലിയ ധനികന് അന്ന് 20 ലക്ഷം, കുറേ കൊല്ലം മുമ്പ് 20 ലക്ഷം ലോട്ടറി അടിക്കുക. അപ്പം ഉള്ളവന് പിന്നെയും കിട്ടുകയാണ്. അപ്പോൾ ഇയാൾ ഒരു ചായക്കടയിൽ ഇരുന്ന് പറയുക, പടച്ചവനൊരു നായിൻ്റെ മോനാണ്, കാരണം എനിക്കിതൊന്നും തരുന്നില്ല എന്നുള്ളതാണ് അയാളുടെ ആ രീതിയിലാണ്. അത്തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ തെറ്റായിട്ടല്ല എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ അയാളോട് ആ കിട്ടിയ മനുഷ്യനുണ്ടല്ലോ 20 ലക്ഷം കിട്ടിയ അയാളുടെ അടുത്ത് ചെന്ന് പറയേണ്ട ഡയലോഗാണ് നേരത്തെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അധികം കിട്ടിയവന് ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ? അതെ അതെ, അത് കുറച്ച് ഷെയർ എല്ലാം ഒരുപോലെയാണോ? ഈവൻ ഇങ്ങനെ ജെയിംസ് സാറിൻ്റെ നോവലുകളിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലൊക്കെ വളരെ ഫിലോസഫിക്കലായ ഒരു മനുഷ്യൻ ഇതിനകത്തുണ്ട്. ഒരു എൻജിനീയർ സയൻറ്റിസ്റ്റ് ആ രൂപത്തിനപ്പുറം വലിയൊരു കാഴ്ചപ്പാടുള്ള കുറേ ഉയർന്ന തലത്തിൽ ലോകത്തെ, പ്രപഞ്ചത്തെ, ജീവിതത്തേക്ക് വീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ കൂടി ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഉപനിഷത്തുകളും അത്തരം ഫിലോസഫി അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നോവലിൽ തന്നെ പല ഉപനിഷത്ത് ശ്ലോകങ്ങളും കോട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ആ പൂർണ്ണമത പൂർണ്ണമിതാൻ തുടങ്ങുന്ന മന്ത്രം. ഇതൊക്കെ എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത്? താങ്കളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ആളാണ്. അപ്പം ഈ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സമീപനം എങ്ങനെയാണ് വന്നു ചേർന്നെന്നുള്ളത്? എൻ്റെ രഹസ്യങ്ങളിലേക്കാണ് വെളിച്ചമടിച്ചു നോക്കുന്നത്. നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സത്യം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ഞാനത് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കോമിക് പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ വായിച്ച് രസിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഒരു 4ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് ഡിറ്റക്റ്റീവ് നോവലുകൾ എനിക്ക് ഭയങ്കര ഭ്രമമായിരുന്നു. ഹരിഹരൻ പരിമാരയുടെ, അതുപോലെ നമുക്കറിയാമല്ലോ കോട്ടയം പുഷ്പനാഥിൻ്റെയും മൃത്യുകിരണങ്ങളും ഒക്കെ പല ഭാഗങ്ങളൊക്കെ വായിച്ച ആവേശം കൊണ്ട് അപ്പം ആ കോമിക്കുകളിൽ നിന്ന് അടുത്തതിലേക്ക് കടന്നു. അവിടെ നിന്ന് പിന്നീട് ചില സമയത്ത് എനിക്ക് ഡിറ്റക്റ്റീവ് നോവലുകൾ കിട്ടാതെ വരുമ്പോൾ ജനപ്രിയ നോവലുകൾ, മുട്ടത്തുവർക്കി, കാനം തുടങ്ങിയ അന്നത്തെ കാലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നവർ, അത് അടുത്ത ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ള നിരകൾ, അപ്പോൾ ആ കാലത്ത് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കുകയും എനിക്ക് നമ്മുടെ വീക്കെൻഡിൻ്റെ പുസ്തകങ്ങൾ പിന്നീട് വരുമ്പോഴത്തേക്ക് നമ്മൾ വീക്കെൻഡിലേക്കും അതുപോലെ സക്കറിയയിലേക്കും എം മുകുന്ദനിലേക്കും ആനന്ദിലേക്കും ഒക്കെ നമ്മൾ അടുത്ത ഒരു തലമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു യാത്രയുടെ ആ വായനാ സംസ്കാരത്തിൻ്റെ ഒരു ചേഞ്ച് നമുക്കറിയാം. ഇത് മേലോട്ടുള്ള ഒരു ഗ്രാഫാണ്. പലപ്പോഴും മിക്കവാറും ആൾക്കാർ ഈ ഗ്രാഫിൻ്റെ ഈ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാഫിന് പിന്നെയും മീതയ്ക്ക് സഞ്ചാരമുണ്ട്. എന്നെ ആദ്യത്തെ ഒരു കോമിക് പുസ്തകം അന്ന് രസിപ്പിച്ചെങ്കിൽ ഇന്ന് എന്നെ അത് രസിപ്പിക്കണമെന്നില്ല, വെറുതെ വായിച്ചു വിടാവുന്നേ ഉള്ളൂ. ജനപ്രിയം ഇന്ന് എന്നെ രസിപ്പിക്കണമെന്നില്ല. ആനന്ദം ഒക്കെ ഇപ്പോഴും എന്നെ രസിപ്പിക്കണമെന്ന് അതിനും മീതെ എനിക്ക് സർഗാത്മകമായ ഒരു ആനന്ദം വീണ്ടും ഒരുപടി മീതെ നൽകുന്നത് ദാർശനികമായ പുസ്തകങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പം എന്നോട് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഒരു യാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാൾ സ്വാഭാവികമായിട്ടും എത്തിച്ചേരുന്നത് ദാർശനിക കാഴ്ചപ്പാടിൽ. പക്ഷേ എല്ലാവരും അതിൽ ചെന്ന് പെടണമെന്നില്ല. ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു താമര നൂല് പോലെ
ഒരു സൂക്ഷ്മമായ ഒരു ചെറിയ ദ്വാരമുണ്ട് മനുഷ്യൻ്റെ ചിന്തയ്ക്ക്. ഈ ദ്വാരത്തിൽ വന്ന് പെട്ട് അതിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു സഞ്ചാരമായിരിക്കും ചിലപ്പോൾ. നമുക്കെല്ലാം ഒരുപക്ഷെ ഇവിടെ വെച്ച് നമുക്ക് സംസാരിക്കാനും പറ്റിയൊന്നും വരില്ല. അപ്പം നമ്മളറിയാതെ, ഞാൻ നേരത്തെ വിത്തിൻ്റെ കാര്യം പറഞ്ഞത്, വളരെ സ്വാഭാവികമായും ഇവയ്ക്കുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. നിങ്ങൾക്ക് സത്യത്തെ പൂർണ്ണമായിട്ടും എന്താണ് സത്യം, യഥാർത്ഥ സത്യം, അബ്സല്യൂട്ടായിട്ടുള്ള ഒരു മാറ്റവും ഇല്ലാത്ത റിലേറ്റീവായിട്ടുള്ള സത്യം എന്താണെന്ന് അറിയുവാനുള്ള സത്യമായ ആഗ്രഹം എപ്പോൾ നിങ്ങൾക്ക് തുടങ്ങുന്നു, ആ സമയത്ത് ഈ സത്യം നിങ്ങളോട് എടുക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് അങ്ങനെയാണ്. അപ്പോൾ ഈ സത്യത്തെ നമ്മൾ അറിയുന്നത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ആ ലോജിക്കിനെ എന്തർത്ഥത്തിന്, നമ്മൾ ശാസ്ത്രമാണ് നമ്മൾ ലോജിക്കായിട്ട് എടുക്കുന്നത്. നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് സയൻസാണ്, അല്ലേ? അപ്പോൾ ഈ സയൻസ്, നമ്മൾ പണ്ട് പഠിച്ച സയൻസ്, പണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശായിട്ട് മാറി പുതിയ വെളിച്ചത്തിൽ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സയൻസ് എവിടെ നിൽക്കുന്നോ അതാണ് നമ്മുടെ അറിവ്. പക്ഷേ ഈ സയൻസിൽ നമ്മൾ കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളും, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതുമായ എല്ലാ പ്രതിഭാസവും ഈ പ്രപഞ്ചത്തിൽ ഇതിനകം നടപ്പിലാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതി അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മഹാബുദ്ധിയാണെന്ന് സ്വയം വിചാരിച്ച് നമ്മുടെ ഞാനെന്ന ഭാവത്തിൻ്റെ ഈഗോ കൊണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ നടപ്പിലാക്കി വെച്ചതിൻ്റെ ഒരംശം പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ അറിവിലേക്ക് നമ്മളെ എത്തിക്കുന്ന എന്താണെന്നുള്ള അന്വേഷണമാണ് വാസ്തവം. അപ്പോൾ അതിന് ഞാൻ ശാസ്ത്രത്തെയും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇന്ന് പണ്ടത്തെ കാലത്ത് ഈ ഫിലോസഫിയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഉപനിഷത്തിൻ്റെ കാലത്തൊന്നും നമ്മൾ ഈ ക്വാണ്ടം ഫിസിക്സ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വിധത്തെ നമുക്കൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് അറിയാത്ത കാലത്ത് അവൻ ഇന്ന് എഴുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രത്തിൻ്റെ വെളിവിലൂടെ എനിക്ക് ബോധ്യപ്പെടുമ്പോൾ എനിക്കതൊരു ആനന്ദമായിട്ട് തരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശാസ്ത്രത്തിൻ്റെ ആ അൾട്ടിമേറ്റിലേക്കുള്ള സഞ്ചാരവും ഫിലോസഫിയുടെ അൾട്ടിമേറ്റിലേക്കുള്ള സഞ്ചാരവും രണ്ടും കൂടി ഒരു ബിന്ദുവിൽ കൂട്ടി മുട്ടുന്നതായിട്ട് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ നിലയിൽ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും അതിൻ്റെ ഒരു ആനന്ദം എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആനന്ദം കിട്ടിയതിന് വളരെ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. ഒപ്പം നിങ്ങളോട് സംസാരിച്ച മനുഷ്യൻ VSSCയിൽ ശാസ്ത്രജ്ഞനായിരുന്നു. ഒപ്പം ഈ പല ഉപഗ്രഹങ്ങളും റോക്കറ്റും ഒക്കെ വിടുന്ന പദ്ധതികളിൽ പങ്കെടുത്ത മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ പിന്നീട് ചോദ്യം ചോദിക്കാം, അതിന് അവസരമുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കാം. ഒപ്പം ഷംസുവിലേക്ക് വരാം. ഷംസു ബേസിക്കലി ഒരു പത്രപ്രവർത്തകനാണ്. ഈ ഇരീച്ചാൽ കാപ്പിലെ കഥാപാത്രം റൂമി പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തന ജീവിതം തീർച്ചയായിട്ടും ഈ നോവലിൽ ഉപകരിച്ചിട്ടുണ്ട്, ഈ നോവലിൻ്റെ അന്വേഷണത്തിലൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ പത്രപ്രവർത്തന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എഴുത്ത് ഒന്ന് പറയാം. ഞാൻ ആലോചിച്ചപ്പം എനിക്ക് ആ കഥാപാത്രത്തിനെ ഏറ്റവും എനിക്ക് പരിചയമുള്ള ഒരാളാക്കി മാറ്റുന്നതായിരിക്കും കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി തന്നെ, കാരണം ഞാൻ 10-20 വർഷമായി ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം അത് കുറേ കൂടെ നമുക്ക് പരിചിതമാണ് കഥാസ്ഥലങ്ങൾ. പിന്നെ മാത്രമല്ല, നമ്മൾ പൊതുവേ നോവലിലൊന്നും പറയാത്ത കുറേ കാര്യങ്ങൾ പത്ര ഓഫീസിലുണ്ട്. പത്ര ഓഫീസിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഒരു ഡെസ്കിൽ എന്താണ് സംഭവിക്കുന്നത്, മെഷീൻ അതിൻ്റെ അകത്ത് എന്താണ്, അച്ചടിക്കുന്നിടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് അറിയില്ല. പത്രം അടിക്കുന്നു, വായിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല എന്നല്ല. അപ്പം അത് കുറച്ചും കൂടെ ഒരു വ്യത്യസ്തതയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അലൻ റൂമി എന്ന കഥാപാത്രം പത്രപ്രവർത്തകനാണ്. അയാൾ കുറേ കാലം ജോലി ചെയ്ത് അതിൻ്റെ എല്ലാ നല്ല അനുഭവവും മോശ അനുഭവവും ഒക്കെ അനുഭവിച്ചതിന് ശേഷം അയാളുടെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലേക്ക് യാത്ര പോകുന്നതാണ്. ഒരു നോവൽ വായിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒരു യാത്ര പോകുന്നതാണ്. അപ്പം പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്യാൻ കുറേ കൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതെൻ്റെ ജോലിയാണ്, എനിക്കത് നല്ല പരിചയമുണ്ട്. നല്ല പത്രപ്രവർത്തകൻ അല്ലെങ്കിലും എനിക്കത് അറിയാം. നല്ല പത്രപ്രവർത്തകനാണ്. പക്ഷേ ഈ നോവലിനകത്ത് പത്രമാധ്യമം മാത്രം ആ കാലത്ത് പ്രധാന മാധ്യമമായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ വേലായുധൻ ശ്രീനാരായണ ഗുരു മരിച്ച ദിവസം വള്ളം തുഴഞ്ഞ്, അതറിഞ്ഞിട്ട് വള്ളം തുഴഞ്ഞ് അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഞാനൊരു ഫാക്ച്വൽ എറർ ആയിട്ടാണ് അതിനെ കാണുന്നത്. ഈ അതറിഞ്ഞിട്ട് എങ്ങനെ, അതായത് പത്രം അടിച്ച് ശ്രീനാരായണ ഗുരു മരിച്ചത് അറിയാൻ മിനിമം 3 ദിവസമെങ്കിലും വേണമായിരുന്നു ആ കാലത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മലബാറിൽ അറിയാൻ. അല്ല, പത്രത്തിലൂടെ അറിഞ്ഞൊന്നല്ലോ, അത് പണ്ട് നടന്നൊരു കഥ ഇപ്പൊ പറയുന്നല്ലോ, പറയുന്നത് അത്രേ ഉള്ളൂ. പത്രമായിട്ട് ബന്ധമില്ല ആ ഭാഗത്തിന്. പിന്നെ സംസാരിക്കാം. ഓക്കെ, ശരി. ഇതിൻ്റെ ക്രാഫ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 നോവലും വായിച്ചവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ 2 നോവലിനകത്തും ഒരു ആൾ, ജെയിംസ് ആറിൻ്റെ നോവലിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കുഞ്ഞുട്ടി, ഇതിനകത്ത് റൂമി, അവർ നോവൽ എഴുതുകയാണ്. ആ നോവലിൻ്റെ വിധി പിന്നീട് പറയാം, വായിച്ചവർക്കറിയാം. നോവൽ എഴുത്തുകാരാണ്, നോവൽ എഴുതുന്നു, അവരതിനകത്ത് കഥാപാത്രങ്ങളും കൂടെയാണ്. ഈ ഒരു ക്രാഫ്റ്റ് ഒരുപക്ഷെ നമുക്ക് ഇന്ന് പരിചിതമാണ്. ഞാനും ആ ക്രാഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു 25 വർഷത്തിനിടക്ക് കുറഞ്ഞതൊരു 10 പ്രധാനപ്പെട്ട നോവലുകളിലെങ്കിലും മറ്റൊരാൾ കഥ പറയുന്ന രീതിയിലും നോവൽ എഴുതുന്ന രീതിയിലൊക്കെ പല ക്രാഫ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകം വരുന്നത് സമയത്ത് അതിനു മുമ്പ് ഈ ഒരു ക്രാഫ്റ്റിൽ അങ്ങനെ ഒരു നോവൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഓർമ്മയിലും ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല, സാറിൻ്റെ ഓർമ്മയിലും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ പയനിയർ ഒരു നാഴികക്കല്ലുകൾ ഉണ്ടാവുന്നത്. ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ അതൊരു നാഴികക്കല്ലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ ഈ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിയത്, ഞാൻ ഷംസുവിൻ്റെ അടുത്തും ഈ ഒരു ക്രാഫ്റ്റിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്രാഫ്റ്റ് വരുന്നത് എങ്ങനെ, അതിൻ്റെ സ്വാഭാവികമായി വന്നതാണോ, അത് ക്രാഫ്റ്റിലേക്ക് എത്തിച്ചതാണോ എന്നുള്ളൊരു. ഈ നേരത്തെ പറഞ്ഞതിൽ ഇനി ഉത്തരവുണ്ട്. വിത്ത് മുളയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇത് ഒരു കണക്ഷൻ. നമ്മളിപ്പം ബാലരമയിൽ നമ്മൾ ആനയെ, ഒളിഞ്ഞിരിക്കുന്ന ആനയെ നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ, കുറേ കൊത്തുകൾ കാണും, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കും ആനയാവുമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ നോവൽ എഴുതുമ്പോൾ ഇതിൻ്റെ പേര് പുറപ്പാടിൻ്റെ പുസ്തകം ഒന്നും പോലും ആയിരുന്നില്ല. ഇതായിരുന്നില്ല നോവലിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ കഥകൾ പോലും ഇങ്ങനെയായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉള്ള എഴുത്തുകാരൻ ഒരു പുസ്തകത്തെ എഴുതി പൂർത്തിയാക്കുവാനായിട്ട് മറ്റ് കഥാപാത്രങ്ങളെ, തൻ്റെ സമീപസ്ഥരായ താൻ പരിചയിക്കുന്ന കഥാപാത്രങ്ങളെയും അവരുടെ ജീവിതാനുഭവങ്ങളെയും സ്വാംശീകരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ എഴുത്തുകാരനായിട്ട് സങ്കല്പിക്കുകയും എൻ്റെ നോവലിനെ കഥാപാത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് പറയുന്ന പോലെ ഒരു ദാർശനിക സഞ്ചാരം നടക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. എനിക്കൊരു തിരിച്ചറിവ് കിട്ടുകയാണ്. കാരണം പ്രകൃതി, നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഉൾപ്പെടെയുള്ള സകലതും പ്രകൃതി എഴുതിയിട്ടിരിക്കുകയാണ്. ഇത് സംഭവിച്ചു കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ടൈം ആൻഡ് സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻസിൽ പെട്ടുള്ള ഒരു വർത്തമാനകാലമായിട്ട് ഇതിനപ്പുറത്തുള്ളത് നമുക്ക് അനുഭവിക്കാനാവുന്നില്ല. അത് നമ്മുടെ ടൈമിൻ്റെ ആ ലിമിറ്റേഷൻസ് നമ്മൾ പെട്ടുപോയത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അംഗീകരിക്കത്തില്ലായിരുന്നു, അന്ധവിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പം വിദേശികൾ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സ്വീകരിക്കുകയാണ് ടൈം ട്രാവൽ ഈസ് പോസിബിൾ എന്ന്, സമാന്തരമായ യാത്രകൾ സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഈ കൺസെപ്റ്റ്സ് ഉറച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം പ്രകൃതി എഴുതിയിട്ട ഒരു കഥയിലെ കഥാപാത്രമായ VJ ജെയിംസ് വീണ്ടും ഒരു കഥ എഴുതുന്നു. അതിലെ കഥാപാത്രമായ കുഞ്ഞുട്ടി ഒരു കഥ എഴുതുന്നു. അതിലെ കഥാപാത്രങ്ങളാണ് അവിടെയുള്ള 4 പുസ്തകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന നോവലിൽ വരുന്നത്. അപ്പോൾ ഈ 4 പുസ്തകങ്ങളിലൂടെയുള്ള യാത്രയിൽ ഞാൻ ഇപ്പോഴും കാണുന്നത്, ഇപ്പം ദത്താപഹാരം എന്ന നോവലൊക്കെ വായിക്കുകയാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ സഞ്ചാര വഴി എന്നെ പഠിപ്പിച്ചത് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കണ്ടിന്യൂം, എൻ്റെ തന്നെ തുടർച്ചയാണ് ഇത്. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വേറിട്ടതല്ല. ഇതെല്ലാം തന്നെ എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മളൊരു കഥയാവുന്നത് പോലെ. അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന് 280 320 പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ പേജ് വായിക്കുന്ന ആൾക്ക് 10ാം പേജിൽ എന്താണ് എഴുതിയിട്ടിരിക്കുകയെന്ന് അറിയത്തില്ല. പക്ഷേ 10ാം പേജിൽ ഇതിനകം എഴുതിയിട്ടിട്ടുണ്ട് എന്നാണ് അവിടെ സംഭവം. അപ്പോൾ 10ാം പേജ് കിടക്കുന്ന ആൾക്ക് അത് വർത്തമാനകാലവുമായിട്ടും അയാളുടെ അനുഭവമായിട്ടും മാറും. ഇനി 50ാം പേജിൽ എത്തുമ്പോഴാണ് അയാളുടെ അത് അനുഭവമായിട്ട് മാറുന്നത്. അങ്ങനെ 100ാം പേജിലെത്തുന്നു, പിന്നെ 320 ആകുന്നു. ഇങ്ങനെ ഓരോ പേജും കടന്നു പോകുമ്പോൾ മാത്രമേ ഒരു വായനക്കാരന് അതെന്താണെന്ന് അനുഭവമാകുന്നു എന്നുള്ളത് പോലെ പ്രകൃതിയുടെ പുറപ്പാടിൻ്റെ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ 26/1/2025 എന്ന പേജിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ വർത്തമാനകാലവും അനുഭവമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളത് പ്രകൃതി എഴുതിയിട്ടുണ്ട്, നമ്മൾ അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ സമയത്തെയും കാലത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ബോധത്തിൻ്റെ തലത്തിൽ അത്തരം സഞ്ചാരങ്ങൾ പോസിബിൾ ആണെന്ന് ഇന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. ഇങ്ങനെയാണ് ഒരുപക്ഷെ ഫിലോസഫി അറിയാവുന്നുള്ളവർ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി. അതായത് ഒരുപക്ഷെ പല അടരുകളിൽ ഒരു കൃതി നമ്മളോട് സംസാരിക്കുന്നു, അതിന് എഴുത്തുകാരൻ തന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു രൂപത്തിൽ കഥാപാത്രമാവുന്നു, അയാളത് എഴുതിക്കൊണ്ടിരിക്കുന്നു,
നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ ഒരു കാലസങ്കല്പത്തിൻ്റെ അകത്താണ്. ഒരുപക്ഷെ നമ്മളൊരു കൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ 2 സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുന്നു. ഒന്ന് അതിൻ്റെ കാലത്തിലേക്ക് ഇറങ്ങുന്നു, 2 അതിൻ്റെ ദേശത്തിലേക്ക് ഇറങ്ങുന്നു. ഷംസുവിൻ്റെ നോവലും ഇതുപോലെ ഇതേ ക്രാഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ സമാനമായ ഒരു മെറ്റാ നരേറ്റീവാണ് അതിനകത്തുള്ളത്. നോവൽ കഥാപാത്രമാണ്, നോവലിസ്റ്റ് കഥാപാത്രമാണ്. ഒരുപക്ഷെ അതിൻ്റെ എല്ലാം ഷംസുവിൻ്റെതായ കാരണങ്ങൾ കാണും. ആ നോവലിൻ്റെ അന്ത്യത്തിൽ ഷംസുവിൻ്റെ കഥാപാത്രം റൂമി ആ നോവലിനെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ക്രാഫ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച്. എനിക്ക് തോന്നിയത് ഒരു പത്രക്കാരന് കുറേ കൂടെ സാധ്യതയുള്ളത് ഒരു ആലോചിച്ച് നോക്കുമ്പോൾ ഒരു നോവൽ എഴുതാനായിരിക്കുന്ന ഒരു തോന്നൽ എനിക്ക് തോന്നി. പത്രക്കാരൻ നോവൽ എഴുതാനാവുന്നല്ല, കുറച്ചുകൂടെ സാധ്യതയുള്ള ഒരു സംഗതി ഒരു നോവൽ എഴുതിയാൽ ആയിരിക്കും കഥ പറയാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ തോന്നി. എനിക്കത് പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ എഴുതിയപ്പം അതിനുശേഷം കുറേ നോവലുകൾ ആ തരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടല്ല എഴുതിയത്. എഴുതി വന്നപ്പം എങ്ങനെ പോകണം, മുന്നോട്ട് പോകണം എന്നുള്ള പലപ്പോഴും നിന്നു പോകുന്ന സമയത്തൊക്കെ ഇതെങ്ങനെ കൊണ്ടുപോകാമെന്ന് ആലോചിച്ച് അങ്ങനെയാണ് ഒരു നോവൽ എഴുതുന്നതാവാം. ആദ്യം വേറെ തരത്തിൽ ആലോചിച്ചത്, പിന്നെ ഒരു നോവൽ എഴുതാം. പിന്നെ ആ നോവൽ എഴുതി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അത് സാർ എഴുതിയ നോവൽ പോലെയൊക്കെ ആവുമല്ലോ. മീൻസ് ആ തരത്തിലുള്ള നറേഷനായി പോകുമല്ലോ. അപ്പോൾ ഞാനത് എഴുതണ്ടാന്ന് തീരുമാനിക്കുന്നത്. ആ നോവൽ എഴുതുന്നില്ല, അത് പറയാവുന്നറിയില്ല. ആ നോവൽ ഡിലീറ്റ് ചെയ്ത് കളയാകുന്നത്. അപ്പം എന്തെങ്കിലും ഒരു പുതുമ വരുത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. പുതുമയാണോ എന്നറിയില്ല. എൻ്റെ ഉള്ളിൽ അതൊരു പുതുമ പോലെ തോന്നിയിട്ട് ആ സമയത്ത് അങ്ങനെ എഴുതുക ചെയ്തത്. ഞാനിനി ഒരു നോവലിൻ്റെ സഞ്ചാരത്തോടൊപ്പം ജെയിംസ് എന്നുള്ള വ്യക്തി ഒരു 25 വർഷം സഞ്ചരിച്ചതിൻ്റെ ഒരു ദൂരം കൂടി, ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു കൂടിയിരിപ്പ്. അതായത് 1999 മുന്നേ ഒരു VJ ജെയിംസ് ഉണ്ടായിരുന്നു. അയാൾ ആർക്കും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഷംസുദ്ദീന് കവി എന്നുള്ള നിലയ്ക്കും പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കുറെ കൂടി വിസിബിലിറ്റി ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ ജെയിംസ് സാറിനെ സംബന്ധിച്ച് യാതൊരു ലിറ്ററേച്ചറിലോ ഒരിടത്തും വിസിബിലിറ്റി ഇല്ലായിരുന്ന ഒരു സാധാരണ VSSCയിലെ എംപ്ലോയി ആയിരുന്നു. ആ മനുഷ്യന് 99 എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റാണ്. അവിടെ നിന്ന്, അതായത് ഒരു ശൂന്യതയിൽ നിന്ന് ആണ് ഇന്നിവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേ ആ ഒരു ഇന്ത്യൻ റൈറ്റർ വായിച്ചിരുന്നല്ലോ സാറിന്റെ പുസ്തകം വായിച്ച്, റസ്കിൻ ബോണ്ട് ഉൾപ്പെടെ വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററായിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിനെ കുറിച്ചും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദി ബുക്ക് ഓഫ് എക്സോഡസിലേക്കുള്ള ഒരു സഞ്ചാരം, അതുവരെയുള്ള ഒരു പീരീഡ്, അതിനെ താങ്കൾ എങ്ങനെ ആസ്വദിച്ചു, അല്ലെങ്കിൽ എങ്ങനെ വളർന്നു, എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് എൻ്റെ സാർ? എങ്ങനെ ആസ്വദിച്ചു എന്ന ചോദ്യം പറയുമ്പോൾ ഞാൻ ഇന്നത്തെ സമീപകാലത്ത് ഒരു അനുഗ്രഹം, എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഞാൻ പറയുന്നത്, അതായത് നമ്മളൊരു കഥ എഴുതി, നല്ലൊരു കഥ എഴുതി ഒരു നല്ല മീഡിയയിൽ പ്രസിദ്ധീകരിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തുകയും അന്നേരം തന്നെ അഭിപ്രായങ്ങൾ കിട്ടുകയും നമുക്ക് അതിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കുകയും എഴുത്തുകാരൻ എന്ന നിലയിൽ. പക്ഷെ അന്നത്തെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ കാലത്ത് ഇതൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പക്ഷേ ഈ അവാർഡ് ഡിക്ലെയർ ചെയ്ത് പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓരോ ദിവസവും ഒരു 10-15 കത്തുകൾ കാണും ഓരോ ദിവസവും. സത്യനന്ദക്കാട് ഉൾപ്പെടെയുള്ളവർ അന്ന് എനിക്ക് കത്തുകൾ എഴുതുകയുണ്ടായി. പുറപ്പാടിൻ്റെ പുസ്തകം വായിച്ചിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ കാണുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകം, അതുപോലെ ലാൽ ജോസ്, ഞാൻ 2 പേര് പരിചിതരായ ആൾക്കാരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പല മേഖലയിലുള്ള പലരും ഈ പുസ്തകം വായിക്കുകയും വളരെ സ്നേഹപൂർവ്വം എന്നെ കൂടെ കൂട്ടുകയും ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ കുറേ കത്തുകളുണ്ട്, ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് നമുക്ക് ആനന്ദമാകുകയാണല്ലോ. അതിന് മുൻപുള്ള ഒരു 12-13 വർഷം ഒരു തിരസ്കാരങ്ങളുടെ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയാൽ ഇത് എവിടെ ചെല്ലും, എന്താകുമെന്ന് നമുക്ക് യാതൊരു ധാരണയില്ല, ആരുമായിട്ടും പരിചയമില്ലാത്ത ഒരു കാലഘട്ടമുണ്ട്. അത് ഞാൻ ആദ്യം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരുന്നു. MDക്ക് ഞാനൊരു കത്ത് എഴുതി. അന്ന് അദ്ദേഹം അവിടെ എഡിറ്ററായിരുന്നു. MD എൻ്റെ കത്ത് വായിച്ചിട്ട് എനിക്ക് മറുപടി എഴുതി, ജെയിംസെ മാനുസ്ക്രിപ്റ്റ് അയച്ചു തരൂ, ഞാൻ വായിച്ചു നോക്കാം. എനിക്കപ്പം ഭയങ്കര സന്തോഷം. കാരണം MD വായിച്ചാൽ തീർച്ചയായിട്ടും ഇത് മാതൃഭൂമിയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ച് വരുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ വൈകാതെ MD അവിടുന്ന് രാജിവെച്ച് പോയി. അങ്ങനെ എനിക്ക് ആ സോഴ്സ് അങ്ങ് അടഞ്ഞു. പിന്നെ ഞാൻ കലാകുമുദിയിലേക്ക് ധൈര്യസമേതം കയറി. അന്നത്തെ കാലത്ത് നമുക്ക് ഇച്ചിരി പേടിയൊക്കെയാണ്. NRS ബാബു സാറിൻ്റെ അടുത്ത് നേരിൽ പറഞ്ഞു. അദ്ദേഹം മാനുസ്ക്രിപ്റ്റ് എന്നെ കുറച്ച് വായിപ്പിച്ചു. ഞാൻ വായിച്ചപ്പോൾ പുള്ളി വളരെ ഇഷ്ടപ്പെട്ടു, തരാൻ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ആർ നോട്ട് ലാഗിങ് ബിഹൈൻഡ് എനിബഡി. അതായത് ഒരു എഴുത്തുകാരുടെയും പിന്നിലല്ല താങ്കൾ, നമുക്ക് ഉടനെ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു, ഇതാ വരാൻ പോകുന്നു.
പക്ഷേ അപ്പോൾ അവർക്ക് മാധവക്കുട്ടിയുടെ ഒരു നോവൽ കിട്ടി, അത് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു. തുടർന്ന് വേറൊരു നോവൽ വന്നു. ഇങ്ങനെ 2-3 നോവൽ 5-6 മാസമായപ്പോൾ ഒരു തുടക്കക്കാരൻ ആയതുകൊണ്ട് മാത്രം മുന്നോട്ട് വന്നു. ഇങ്ങനെ പല മുള്ളുകളിൽ ഉരഞ്ഞ് നമുക്ക് അവസാനം ഈ വേദന എടുക്കാതാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതായത് ഒരുതരം ഒരു പക്വത എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നമുക്ക് അമിതാഹ്ലാദം വരാത്ത ഒരു അവസ്ഥയിൽ ആദ്യമേ എന്നെ കൊണ്ട് എത്തിച്ചു. പക്ഷേ എനിക്ക് അക്ഷരത്തോട് ഒരു ആരാധനയോളം പോകുന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അക്ഷരത്തോട് പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഞാനൊരു എഴുത്തുകാരനായി മാറി എന്ന ഒരു ഇത് വന്ന് എനിക്ക് അതിൻ്റെ പേരിൽ ഒരു അഹങ്കാരം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ എന്നെ എഴുത്തുകാരനാക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ച അക്ഷരത്തോട്. അപ്പോൾ ആ ഒരു ഇത് മാറി എനിക്ക് അതൊരു വലിയ പ്രശ്നമല്ലാതായി തീരുന്നിടം വരെ. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി അവിടെ എത്തിച്ചതിന് ശേഷമാണ് എല്ലാ മലയാളത്തിലെ തലയെടുപ്പുള്ള സർവ്വ എഴുത്തുകാരും ഇരിക്കുന്ന ആരൊക്കെ ഉണ്ടായിരുന്നു, ടി പത്മനാഭൻ, ONV, സുകുമാർ അഴീക്കോട് തുടങ്ങി സർവ്വ എഴുത്തുകാരും നിരന്നിരിക്കുന്ന ഒരു വേദിയിൽ അന്നത്തെ ഏറ്റവും പ്രശസ്തയായ അരുന്ധതി റോയിൽ നിന്ന് ആ അവാർഡ് എനിക്ക് വാങ്ങത്തക്ക വിധത്തിൽ അക്ഷരം എന്നെ അവിടെ കൊണ്ടുവച്ചു. തീർച്ചയായും അത് ഒരുപക്ഷെ ഒരു നവാഗതനെ സംബന്ധിച്ച് സങ്കല്പത്തിന് എത്ര ഉയരെയാണ് ആ ഒരു സ്ഥാനം. അതിന് DC ബുക്സിനെ കൂടെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞ അക്ഷരത്തിന്റെ ശക്തി അതാണ്. അക്ഷരം നമ്മളെ എത്തിച്ചുള്ളൂ. അക്ഷരത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ അത് സ്വയം സഞ്ചരി. ഇപ്പം പറഞ്ഞില്ലേ ബുക്ക് ഓഫ് എക്സോഡസിന്റെ കാര്യം, 25ാം വർഷത്തിൽ പെൻഗ്വിൻ ബുക്സ് അത് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കും, 25 വർഷം കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇന്നും അവരത് പുതുമയോടെ സ്വീകരിക്കുന്നു. അതിനെക്കുറിച്ച് പല റിവ്യൂസും വരുന്നത് ഞാൻ കണ്ടു. കഴിഞ്ഞ വർഷത്തെ 2024 ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ഡെക്കാൻ ഹെറാൾഡ് 7 പുസ്തകങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ അതിലൊന്ന് പുറപ്പാടിൻ്റെ പുസ്തകമായിട്ടാണ് അവർ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരന് കിട്ടാവുന്ന വലിയ ആനന്ദമില്ലേ അത്. ചുരുക്കി പറഞ്ഞാൽ ആ പുസ്തകം പുറപ്പെട്ടു പോയി. അത് എപ്പോഴും അങ്ങനെ എഴുത്തെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വായനക്കാരൻ്റെ നമുക്ക് അതിൽ ഒരു അവകാശവും ഇല്ല. കൈവിട്ടുപോയി. അതുപോലെ തീർച്ചയായിട്ടും ഈ ഒരു 25 വർഷം DC ബുക്സ് ഒരുപാട് പുതിയ നവാഗത എഴുത്തുകാരെ ഈ അവാർഡിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തായ KV മണികണ്ഠനും സുസ്മേഷ് ചന്ദ്രോത്തും അല്ലെങ്കിൽ സോണിയ റഫീഖ് ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന എഴുത്തുകാരുണ്ട്. ബിനോയ് തോമസ് ഒക്കെ ഈ ഒരു മത്സരത്തിൽ കൂടെയാണ് മലയാളി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഒരു ശ്രദ്ധ കിട്ടേണ്ട ആളാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ജെയിംസ് സാർ ഇരുന്ന അതേ പദവിയിലേക്ക് അല്ലെങ്കിൽ പദവികളിലേക്ക് വരട്ടെ, അതൊക്കെ മേലെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. കാരണം ഭാഷയിൽ അയാൾ പണിയെടുക്കുന്നുണ്ട്, അയാൾക്ക് നല്ല സാമൂഹ്യ ബോധമുണ്ട്, അയാൾക്ക് പൊളിറ്റിക്കൽ നിരീക്ഷണങ്ങളുണ്ട്. ഒപ്പം ഭാഷ വളരെ കാര്യമാണ്. കാരണം ആ പ്രദേശത്തെ അവതരിപ്പിക്കുമ്പോൾ സാർ ജഡ്ജായിരുന്നു. എനിക്ക് ഏറ്റവും അതായത് കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും നല്ല ഭാഷയായിട്ട് തോന്നിയ ഒരു കൃതി ഇതാണ്. പല ഘടകങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിശോധിച്ചെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു മാർക്ക് ഇട്ടിട്ടാണ് ഒരു പുസ്തകത്തെ. ഭാഷ, കഥാപാത്ര ഘടന, പ്രതിപാദന രീതി, ഇങ്ങനെ പലതിനും പല മാർക്കുകൾ ഇട്ട് കൂട്ടിച്ചേർക്കും. ഈ അവസാനം വന്നതിന് 3 പുസ്തകങ്ങൾക്ക് ഏതാണ്ട് അടുത്തടുത്തൊക്കെ മാർക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, 3 ജഡ്ജസും പ്രത്യേകം കൂട്ടിയ മാർക്കുകൾ കൂട്ടി ഏതിനാണോ 1ാം സ്ഥാനം കിട്ടിയത് അതിന് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്തത്. അപ്പം എല്ലാവരും 1-2 പേര് കൈയടിച്ചു. എല്ലാവരും കൈയടിച്ചാലും വിരോധമൊന്നുമില്ല, സന്തോഷമുള്ളൂ. അല്ല, കൈയടിക്കാൻ നമ്മൾ ഇടപെടാൻ കൊടുത്തില്ല. അതാ അതിനകത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി. കാരണം ജാതി എങ്ങനെ വളരെ സൂക്ഷ്മതലത്തിൽ ഭാഷയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള സംഗതിയാണിത്. പെലയൻ്റെത് ചില്ലിട്ടാലും ചാളയല്ലേ. ഇനി പിലയൻ എത്ര മണിമാളിക വെച്ചാലും അതിനെ ചാള എന്നല്ലേ വിളിക്കാവൂ എന്നാണ്. ഇത് ജാതിയുടെ ഒരു പൊളിറ്റിക്സാണ്. ഒരുപാട് വലിയ ലേഖനങ്ങളും നമ്മൾ എഴുതണ്ട. ഈ ഒരു സംഗതിയിൽ അയാളുടെ ഷംസുദ്ദീൻ്റെ പ്രതിഭ നമുക്ക് തെളിഞ്ഞു കാണാം, എങ്ങനെ ഒരു സമൂഹത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത്. എഴുത്തുകാരൊക്കെ ഈ ജീവിതത്തെ പലതരത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ഒരു നിരീക്ഷണം ഒരുപക്ഷെ ആ ഗ്രാമത്തിൽ ജീവിച്ചതിൻ്റെ ബാക്കി പത്രമായിരിക്കും അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പറ. ആദ്യം തന്നെ ജെയിംസ് സാറ് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. രണ്ടാളോടും പ്രത്യേക സ്നേഹം. ഇതിൽ എനിക്ക് തോന്നുന്നു നാട്ടിൻപുറങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നാട്ടിൻപുറങ്ങളിൽ നമ്മൾ ആൾക്കാരെ നിരീക്ഷിച്ചാൽ അവർ പറയുന്ന ചില ഫിലോസഫികളുണ്ട്. അത് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത 70-80 വയസ്സുള്ള ആൾക്കാർ പറയുന്ന ഇതൊക്കെ എങ്ങനെ വരുന്ന സംഗതികളാണ്. പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ കുറേ നേരം ആലോചിക്കേണ്ടി വരും അതെന്താ പറഞ്ഞതെന്നുള്ളത്. കുറേ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഫിലോസഫി ആയിരിക്കും. ജീവിതത്തിന് അങ്ങനെ ഭയങ്കര വലിയ ഫിലോസഫി അവർക്ക് അറിയില്ല. ഇത് ഫിലോസഫിയാണ് പറയുന്നത് അവർക്കറിയില്ല.
പക്ഷെ അവർ നമ്മളോട് പറയുമ്പം നമ്മളെ ഇരുത്തിക്കളയുന്ന തരത്തിലുള്ള ഒരുപാട് ഫിലോസഫി, ഞാൻ ആ നോവലിൽ കുറേയൊക്കെ കളക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യന്മാരും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതയുള്ള മനുഷ്യന്മാരാണ് നാട്ടുംപുറം. നഗരത്തിനെ തള്ളിപ്പറയല്ല, ഞാൻ നഗരത്തിൽ ജീവിക്കുന്ന ആളാണ്. മാത്രമല്ല ഞാൻ എപ്പോഴും നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പം പോയാലും ഒരു മാസത്തിൽ ഒരു 4-5 ദിവസം നാട്ടിൽ നിൽക്കുക എന്നുള്ള ഒരു നിർബന്ധമുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ചില വഴികൾ, ചില സ്ഥലങ്ങൾ, ചില തണലുകൾ, അങ്ങനെ ഇഷ്ടപ്പെട്ട ചില പ്രദേശങ്ങളുണ്ട്. അവിടെ പോയി നിന്നാലേ എനിക്ക് ഓക്കെ ആവുള്ളൂ, ഒന്ന് ചാർജ് ആവുള്ളൂ. അപ്പം നമ്മൾ ഈ കാണുന്ന മനുഷ്യന്മാരോട് സംസാരിക്കുമ്പം വെറുതെ ഏതെങ്കിലും വഴി നമുക്ക് നേരെ വരുന്ന ആളോട് കൈപിടിച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ സാധനം അവർ തന്നിരിക്കും. അങ്ങനെയാണ് എത്തുന്നത്. ഒരുപക്ഷെ നാട്ടിൻപുറം അത്രത്തോളം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറഞ്ഞ പഴഞ്ചൊല്ല് മാത്രമേ ഉള്ളൂ, അത്രത്തോളം നന്മയൊന്നും ഉണ്ടാവില്ല. എന്നാലും കഥകളാൽ സമൃദ്ധമാണ്. നാട്ടിൻപുറത്ത് എപ്പോൾ ഇറങ്ങിയാലും ഒരു കഥാകൃത്തിന് 1 വർഷത്തേക്കുള്ള കഥ കിട്ടും. ഓക്കെ, നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളായിട്ട് ചോദിക്കണം. പെട്ടെന്ന് ചോദിച്ചാൽ മൈക്ക് കൊടുക്കാം സാർ. ജെയിംസിനോട് കേൾക്കാവോ? കേൾക്കാം. ജെയിംസിൻ്റെ പുസ്തകങ്ങളിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഫിലോസഫി ധാരാളം ഉണ്ട്. പക്ഷേ ആ ഫിലോസഫിയും ഇതുണ്ടല്ലോ, കഥയുണ്ടല്ലോ, അത് രണ്ടും നിങ്ങൾ വളരെ വളരെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ബോറാവുമല്ലോ. അതെങ്ങനെയാണ് നിങ്ങളത് സാധിക്കുന്നത്? എസ്പെഷ്യലി നിങ്ങൾ കട്ട് ചെയ്ത് വീണ്ടും ഡ്രാഫ്റ്റ് എഴുതി വീണ്ടും എഴുതി കുറച്ച് കൂട്ടി കുറയ്ക്കുക, അങ്ങനെയാണോ? അതിൻ്റെ കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു വായനക്കാരനുണ്ടല്ലോ. ഇപ്പം ഞാൻ 4ാം ക്ലാസ് മുതൽ ഞാൻ ഇങ്ങനെ വായിച്ച് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വായനാ സംസ്കാരത്തിൽ നിന്ന് ഒരു വായനക്കാരൻ പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നും മികച്ചു നിന്നാൽ, ഇപ്പം ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ ഒരു വ്യാപാരമായിട്ടാണ് ആൾക്കാർ കരുതുന്നത്, പൊതുജനം. പക്ഷേ എല്ലാവരും മിക്കവരും കൂടുതൽ പേരും വായിക്കുന്നത് അതിൻ്റെ വികാരപരമായ അംശത്തെ കൂടുതലെടുക്കും. ഇപ്പം പുറപ്പാടിൻ്റെ പുസ്തകത്തിന് വൈകാരികത ഉണ്ട് ഒരുപാട്. അപ്പോൾ ഒരു നല്ല കൃതിക്ക്, ഒരു ക്ലാസിക് കൃതിക്ക് വേണ്ട ഒരു ഗുണം ഈ ബുദ്ധിയുടെയും വികാരങ്ങളുടെയും തലന്ത്, ഹൃദയത്തെയും ബുദ്ധിയെയും കൂടി ഒരു പ്രത്യേക പ്രപ്പോർഷൻ, ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ ആയിരിക്കും ഒരു നല്ല കൃതിയെ ഏറ്റവും ആസ്വാദ്യകരമാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് തീർച്ചയായിട്ടും ഞാൻ നടത്തും. ചിലപ്പം കുറച്ച് കൂടുതൽ വന്നെന്ന് തോന്നിയാൽ ഞാൻ തന്നെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അത് എഴുത്താശാൻ എന്നൊരു കഥാപാത്രമുണ്ട്, ഹനുമാൻ സേവ നടത്തി ഹനുമാൻ തന്നെയായി മാറുന്ന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എനിക്ക് ഹനുമാൻ സേവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ ഒത്തിരി തപ്പിയിട്ട് ഒരിടത്തും കണ്ടു കിട്ടിയില്ല. ഒരുപാട് പേരോട് ചോദിച്ചു. അവസാനം ഒരാൾ എന്നോട് പറഞ്ഞു, കുന്നംകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിസ് സിറ്റിക്കോരയുടെ സ്ഥലം തന്നെ, അവിടെ ഒരു പഞ്ചാംഗം പ്രസന്റ്, അവിടെ തപ്പിയാൽ ചിലപ്പം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേണ്ട ഒരു ധാരാളിത്തം ഹനുമാൻ സേവയുടെ. പിന്നെ ഈ ഒന്നുമില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരുപാടായി. അവിടെ എനിക്ക് എന്നെ നിയന്ത്രിച്ച ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്ന രീതിയിലാണ് ഫിലോസഫിയെയും ജീവിതത്തെയും നമ്മൾ ജീവിതത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലാക്കാനായിട്ടുള്ള തീർച്ചയായും ശ്രമം എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ശംസുദ്ദീൻ കുട്ടത്തൊരു കവിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കവിതയുടെ ഭാഷയിൽ നിന്നും ഗദ്യത്തിലേക്ക് ആദ്യമായിട്ടാണല്ലോ ഗദ്യം എഴുതുന്നത്. അതോടൊപ്പം താങ്കളൊരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ്, സിനിമാക്കാരനും കൂടിയാണ്. പത്രപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഈ അന്വേഷണങ്ങൾക്ക് ശേഷം ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടല്ലോ, അത് പത്രപ്രവർത്തകനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഉണ്ടായതെന്ന് തോന്നുന്നു. ആ അന്വേഷണങ്ങൾക്കൊടുവിൽ കവിതയിൽ ഊന്നി നിന്നിരിക്കുന്ന താങ്കൾ എങ്ങനെയാണ് ആ ഗദ്യത്തിലേക്ക് മാറിയത്? ആ മാറ്റം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതോടൊപ്പം അന്നേരം നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് കവിതയിലൂന്നി പത്രപ്രവർത്തനത്തിൽ ജീവിക്കുന്ന ഒരാൾ ഗദ്യത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു എന്നുള്ളത്. പൊതുവെ പറയാറ് കവികൾക്ക് നോവൽ എഴുതാൻ പറ്റുമെന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരുപാട് കവികൾ ഇപ്പം നോവൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പത്രപ്രവർത്തന നിലയിൽ എനിക്ക് കവിത എഴുതുന്ന ആളെന്നൊക്കെ, ഞാൻ വലിയ കവിയൊന്നുമല്ല, കുറച്ച് കവിതകളൊക്കെ എഴുതിയൊരു പുസ്തകമൊക്കെ ഇറക്കിയ അത്രേ ഉള്ളൂ. പക്ഷേ ഭാഷയിൽ നമ്മൾ നിരന്തര വായനയും മലയാളവും തുടർന്നൊരു ഇഷ്ടവും, അങ്ങനെ ഒരു നിരന്തര വായന നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് അതിനുള്ള ശ്രമം നടത്താറുണ്ട്. പുതിയ പുസ്തകമൊക്കെ വരുമ്പം ഭാഷയിൽ എന്താണ് പുതിയതായി ചെയ്തത് എന്നുള്ള ഒരു ശ്രമമൊക്കെ അതൊക്കെ ഒന്ന് നിരീക്ഷിക്കാറുണ്ട്. അത്രേ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒന്നുമില്ല അങ്ങനെ. പിന്നെ അതിനുവേണ്ടിയുള്ള അന്വേഷണം എന്ന് പറയുന്നത്, ഒരു പത്രപ്രവർത്തനം നമ്മളെപ്പോഴും ഒരു അന്വേഷണം അതിൽ പറയുന്നുണ്ട്. മരിച്ചിട്ടും ചുറ്റും കാണാൻ വന്ന ആൾക്കാരെ ഒരു നോക്കിക്കാണുന്നതൊക്കെ പറയുന്നുണ്ട്.
എപ്പോഴും ഒരു നിരീക്ഷണം നമ്മളിങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസായിട്ട് ചോദ്യമായിട്ട് ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ ചോദിക്കാം? സാർ, ഈ നോവലിൽ കായൽ പൊട്ടൻ എന്നുള്ള സംഗതി വരുന്നുണ്ടല്ലോ, വളരെ ഞാനത് വളരെ വിസിബിൾ ആയിട്ടുണ്ട്. രാത്രി കായലിൽ ഇങ്ങനെ തല മാത്രമായിട്ട് കാണുന്ന ഒരു സീന്, ഞാൻ സത്യം പറഞ്ഞാൽ അത് എൻ്റെ ബോധതലത്തിൽ അത് കിടന്നു, ഞാൻ സീനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. എങ്ങനെയാണ് ഈ കായൽ പൊട്ടൻ, ആ സങ്കല്പം, ആ കഥകളൊക്കെ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആ പ്രത്യേക തുരുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളും വിചിത്രമായ മനുഷ്യരുമുണ്ട്. അപ്പം അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഇത് വീണ്ടും വേണ്ടി കഥാപാത്രങ്ങളെ അന്വേഷിച്ചവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം ഇവരുടെ അച്ഛനുണ്ട്, പുള്ളി എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനുണ്ട്, അനിയനുണ്ട്. അപ്പോൾ ഇവർ ഇവിടുന്ന് കുറച്ച് കള്ള് വാങ്ങിച്ചുകൊണ്ട് വന്നു. കള്ള്, ഞണ്ട്, കരിമീൻ പൊരിച്ചത്, ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ നിലത്തിരുന്നുകൊണ്ട്, ഞാൻ പൊതുസ്ഥലത്ത് പറയാൻ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഈ കള്ളിൻ്റെയും കരിമീനിൻ്റെയും ഞണ്ടിൻ്റെയും ഒക്കെ ലോകത്തു നിന്ന് മാറിയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തോട്ട് പുഴയാണ്. ഈ പുഴയിൽ ഭയങ്കര ഒരു അനക്കം കേൾക്കുകയാണ്. അനക്കം കേൾക്കുമ്പോൾ ഞാൻ എന്തോ ഒരു ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ എന്തോരം നീങ്ങി പോകുന്നു, ഈ തല പോലെ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ, ആരെവിടെ? അപ്പോൾ അതൊരു ഒരു പൊട്ടൻ കള്ളുകൂടിയനുണ്ട്. കള്ളുകൂടിയൻ പൊട്ടനാണ്. അയാൾ ഇങ്ങനെ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീന്തി പോയാൽ തല മാത്രമേ ജലത്തിന് മേളെ കാണത്തുള്ളൂ, ശരീരം കാണത്തില്ല, ഇങ്ങനെ നീന്തി പോകുമെന്ന് പറഞ്ഞ് ഇതിൽ നിന്നാണ് ഞാൻ കായൽപ്പൊട്ടൻ എന്ന വിത്തിനെ ഉപയോഗിക്കുന്നത്. അപ്പം പലരും ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളെ കായലിൽ വഞ്ചി ഇറക്കി മീൻ പിടിക്കാൻ പോകുമ്പോൾ അത് മുക്കിക്കളഞ്ഞതായിട്ടുള്ള പല ഐതിഹ്യങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ കായൽപ്പൊട്ടൻ എന്നുള്ള കഥാപാത്രം. ഈ കള്ളിൻ്റെയും കരിമീൻ്റെയും ഞണ്ടിൻ്റെയും ലോകത്തുനിന്ന് മാറി പകരം, അല്ല, ഞാനത് പറഞ്ഞത് എന്താ പകരം കഞ്ചാവിൻ്റെ ലോകമൊന്നുമല്ല ഉദ്ദേശിച്ചില്ല. എനിക്ക് അത്രയും ലഹരികളിൽ അതിൽ വലിയ ക്രെഡിറ്റ് ആയിട്ടോ അത് അങ്ങനെ വേണമെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് എന്നേ ഉള്ളൂ. വെജിറ്റേറിയനായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് അത് എൻ്റെ ഒരു ഇതെന്നേ ഉള്ളൂ. അത് വലിയ മികവുണ്ടെന്നോ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ള യാതൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. നമ്മൾ ഈ രണ്ട് ഭൂപ്രകൃതികളാണ്. ഒന്ന് ജെയിംസ് സാറിൻ്റെത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുരുത്താണ്, ചുറ്റും വെള്ളമാണ്. മറിച്ച് ഷംസുദ്ദീൻ്റെ ഇരീച്ചാൽ കാപ്പ്, സൊയ്പ്പൻ തൊടി, ഇതെന്ന് പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ 4 കരയിലുള്ള മനുഷ്യരാണ്. ഈ 2 തരം ജീവിതങ്ങളാണ് അവിടേക്ക് വരുന്ന. ഈ ജെയിംസ് സാറിൻ്റെ നോവലാണെങ്കിൽ ഒരു പക്ഷിയിലാണ് തുടങ്ങുന്നത്, പക്ഷികളുടെ ബഹളം, ഹോമപക്ഷിയിൽ. അതൊരു മിത്തിക്കൽ സാധനം. അതൊരു പക്ഷേ സാറുണ്ടാക്കിയതാണോ കൊണ്ടുവന്നതാണോ? അതെ, ഹോമപക്ഷി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. പക്ഷേ ഈ കഥ ഞാൻ ഉണ്ടാക്കിയതാണ്. കാരണം അതൊരു ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകമാണ്. ഇതിന് മുഴുവനായിട്ട് ത്രൂവായിട്ട് കിടക്കുന്നുണ്ട് ഹോമപക്ഷിയുടെ ഫയർ ബേർഡ്. ഒരുപക്ഷെ തുരുത്തിലെ ജീവിതം നമുക്കൊക്കെ പൊതു മലയാളിയൊക്കെ പരിചിതമാണെന്ന് തോന്നുന്നു. എന്നാൽ ഒരു കാപ്പ്, സത്യം പറഞ്ഞാൽ കാപ്പ് എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാപ്പ്, അതുമായിട്ട് ചുറ്റുവിട്ട കൃഷി, അവിടുത്തെ മനുഷ്യരുടെ ദൈനംദിന ജീവിതം, ഇതൊക്കെ ഈ നോവലിലുണ്ട്, പലതരത്തിലുണ്ട്. അവരുടെ ജീവിത സമരങ്ങൾ, പല ജാതി വിഭാഗങ്ങൾ. ഈ കാപ്പിനെ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് ഞങ്ങൾക്കൊന്ന്. കാപ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കൃഷിയൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ കാപ്പ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കാപ്പ്. പിന്നെ അവിടെ ആവളപ്പാണ്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട്. അത് മലബാറിൻ്റെ നെല്ലറ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. 1000കണക്കിന് ഏക്കർ പരന്നു കിടക്കുന്ന പാട ഇപ്പോഴും ഉണ്ട്. അവിടെ എല്ലാവരും കൃഷിയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇരീച്ചാൽ കാപ്പ്. ഈ കാപ്പിൽ ഇപ്പോൾ ആൾക്കാർ മത്സ്യം പിടിക്കാനും കുട്ടികൾ നീന്താനും കളിക്കാനൊക്കെ വരുന്ന, വേനൽക്കാലത്തൊക്കെ കൂട്ടി പറത്തിക്കൊണ്ട് കളിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പുല്ലരിയാനും പശുക്കളെ കെട്ടാനും ഈ ഒരു ജീവിതമാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ആൾക്കാർ അത്തരം ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഒരു മീൻപിടുത്തത്തിന്റെ രംഗം പുറപ്പാടിന്റെ പുസ്തകത്തിലുണ്ട്, പാച്ചുവഞ്ചി എന്ന് പറയുന്നത്. പാറ്റുവഞ്ചിയിൽ അത് വളരെ ഗംഭീരമായിട്ടാണ്. കാരണം നമ്മളത് മീൻപിടുത്തം കാണും, ഒരുപക്ഷെ സിനിമയിൽ കാണുന്ന പോലെ കാണും. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച സംഗതിയുണ്ട്, ആദ്യ നോവലായിട്ട് പോലും വിശദീകരണങ്ങളിലോ സംഭാഷണങ്ങളിലോ ഒരു അമച്ചറിസവും പ്രകടമാവുന്നില്ല. ഈ മാത്രമല്ല പേപ്പറിലാണ് എഴുത്ത്. ഷംസ് എഴുതിയത് ടാബിലായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ ആയിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ എടുത്ത ഒരു എഫർട്ട് ഉണ്ടല്ലോ, അത് എങ്ങനെ അപാരം എന്ന് പറയും. എനിക്ക് എന്നെക്കുറിച്ചുള്ള ഏക അവകാശപ്പെടാനുള്ള ഒരു കാര്യം, ഞാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമം, ക്ഷമ നടത്തിയെന്നുള്ളത് മാത്രം, മനുഷ്യൻ എന്ന നിലയ്ക്ക്. ബാക്കി ഈ എഴുത്തിൽ വരുന്നതൊക്കെ വേറെ ഏതോ ഒരു, കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് പുറത്തുനിന്നൊന്നും വരുന്നതല്ല, നമ്മുടെ എല്ലാ ഉള്ളിലുള്ളത് തന്നെ. പക്ഷെ നമ്മുടെ ഉള്ളാഴങ്ങളിൽ എവിടെയോ ചെന്ന് തൊടാനുള്ള ഒരു ധ്യാനം നമുക്ക് കിട്ടുമ്പോഴാണ് ഈ അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ കടന്നു വരുന്നത്. ഈ 2 നോവലും അടുത്തടുത്ത് വായിച്ച ആളെന്നുള്ള നിലയ്ക്ക് രണ്ടിലും ക്രാഫ്റ്റിൽ ചില സാമ്യങ്ങളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതിലൊന്ന്
ജെയിംസ് സാറിൻ്റെ നോവൽ കൂടുതൽ സംഭാഷണ പ്രധാനമാണ്. സംഭാഷണങ്ങൾ വളരെ പെർഫെക്റ്റായി നമ്മൾ ഈ പ്രതിപാത്രം ഭാഷണ ഭേദം എന്ന് പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ധാരാളം സംഭാഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇരീച്ചാൽ കാപ്പും ദേശകഥയാണ്, ഒരുപാട് മനുഷ്യരുണ്ട്, പക്ഷെ അവിടെ കഥ പറച്ചിലുകാരാണ് കൂടുതൽ. കുക്രൻ ഒരു കഥ പറച്ചിലുകാരനാണ്, സംഭാഷണക്കാരനല്ല. പക്ഷെ കുക്രൻ പറയുന്ന കഥ നമ്മൾ പറയുക, നരേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ക്രാഫ്റ്റ്, ആ ഒരു കഥ പറച്ചിലിൻ്റെ രീതി, അതായത് നമ്മൾ സെക്കൻഡ് പേഴ്സണിൽ നരേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സംഭാഷണങ്ങളുടെ ഒരു സംഗതിയിലേക്ക് പോയില്ല? എനിക്കത് എഴുതാൻ എൻ്റെ ഒരു സൗകര്യം അങ്ങനെ ആദ്യത്തെ നോവൽ എന്നുള്ള എനിക്ക് തോന്നിയത് അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലതാണ്. കുറേ സംഭാഷണം വെച്ചിട്ടുള്ളൊരു എഴുത്ത് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ എഴുതി. പക്ഷേ എനിക്ക് പക്ഷേ സംഭാഷണത്തിലൂടെ പരസ്പരം കൺവേ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചില ആശയങ്ങളൊക്കെ നമ്മൾ ഒരു എഴുത്തുകാരൻ പറയുന്നതിനേക്കാൾ കഥാപാത്രങ്ങളിലൂടെ വേണം കാര്യങ്ങൾ നടക്കുവാനായിട്ട്. സ്വാഭാവികമായിട്ടും വളരെ ജൈവികമായിട്ടും ഇപ്പോൾ ഫിലോസഫി ആയാലും ഈ ചോദ്യം ചോദിച്ചിരുന്നല്ലേ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വന്നിട്ട് ഈ കഥയിലേക്ക്, കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിച്ച് നമുക്ക് സ്വാഭാവികത തോന്നുക. അപ്പോൾ ദൂരെ എവിടെ നിന്നോ നമ്മളൊരു കനപ്പെട്ട ഫിലോസഫി വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ എടുത്ത് ഫിറ്റ് ചെയ്തെന്നുള്ള തോന്നലുണ്ടാവാതെ നിത്യജീവിതത്തിൽ നിന്ന് ജൈവികമായിട്ട് ഇത് വന്നാൽ മാത്രമേ ഒരു വായനക്കാരൻ അത് അനുഭവമാകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചു. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ആദ്യം നന്ദി പറയുന്നു. ഒപ്പം രണ്ടുപേർക്കും, ജെയിംസ് സാറിനെ സംബന്ധിച്ച് ഇനിയും ഒരുപക്ഷെ പുതിയ നോവലിൻ്റെ സൃഷ്ടിയിൽ തന്നെ ആയിരിക്കാം. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ല. അതിനെ കൂടുതൽ സമയമുള്ളൊരു സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. ഷംസുദ്ദീനെ സംബന്ധിച്ച് ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു വലിയ തുടക്കമാണ് മലയാളികൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഷംസ് വന്നു നിൽക്കുന്നത്. ഇതൊരു വലിയ സഞ്ചാരമായി, ഒരു പുറപ്പാടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ജെയിംസ് സാറിനും എല്ലാവിധ. ഒരു വാക്ക് ഞാനിവിടെ പറഞ്ഞോട്ടെ, ഇത്രയും കഠിനമായ ചൂടിൽ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന നിങ്ങളെ എന്ത് പറഞ്ഞാലാണ് മനസ്സ് നിറയുക. സന്തോഷമായി. എല്ലാവർക്കും ഹൃദയം നിറയെ നന്ദി. താങ്ക് യു. Thank you, speakers, for a wonderful session.